ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആളെന്നത് തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വിഷയം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 പുതുവർഷത്തിൽ വന്നു ചേരാവുന്ന ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. മൂലം നക്ഷത്ര ജാതകർക്ക് 2024 മാനസികമായ സന്തോഷങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമായിരിക്കും. കൂടാതെ എല്ലാ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. സ്വജനങ്ങൾ വഴി വിവാഹ ബന്ധങ്ങൾ വരികയും അങ്ങനെ വരുന്ന ആലോചനകളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഈ സമയത്ത് ജാതകർക്ക് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ലഭിക്കുവാനും യോഗം ഉണ്ടാകും. അതുകൂടാതെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഏറ്റെടുത്ത ജോലികൾ തീർക്കുവാൻ വേണ്ടി കഠിനമായ പരിശ്രമം വേണ്ടി വരുന്നതായിരിക്കും. കുറച്ചു നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്നതുമാണ്. ധനപരമായ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ, അതായത് ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധയും കൃത്യതയും പാലിക്കേണ്ടതാണ്. തൊഴിൽ സ്ഥാപനങ്ങളിൽ മേലധികാരികളുടെ പ്രശംസയും പ്രീതിയും സമ്പാദിക്കും. ഗൃഹപരമായ കാര്യങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. കുടുംബപരമായി സൗഖ്യം വർദ്ധിക്കുന്നതുമായിരിക്കും. വിനോദപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയും അതുവഴി മനസ്സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിലേക്കുള്ള പരിശ്രമങ്ങൾ ഈ സമയത്ത് തുടങ്ങുന്നതായിരിക്കും. ഇവിടെ നീർദോഷം പോലുള്ള ചില രോഗങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ പണമിടപാടുകൾ നടത്തുമ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദീർഘദൂര യാത്രകൾ ഈ സമയത്ത് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുടുംബപരമായ സ്വത്തുക്കൾ അനുഭവിക്കുവാനുള്ള യോഗം വന്നെത്തുന്നതാണ്. പിതൃസ്വത്തോ മാതൃസ്വത്തോ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുന്നതായിരിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയോടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠന വിഷയങ്ങളിൽ ഉന്നതിയും വിജയവും വന്ന് ചേരുന്നതാണ്. ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. തൊഴിൽപരമായും പുരോഗതി വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുവാനും കാര്യങ്ങളിലൊക്കെ വിജയം കരസ്ഥമാക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ചൊവ്വ ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ശുക്രനാണെങ്കിൽ വൃശ്ചിക രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ജനുവരി മാസത്തിൽ ശുക്രന് രാശി പകർച്ച ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മൂലനക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ ജന്മരാശിയിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ
ഈ ജനുവരി മാസത്തിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാര്യതാമസമൊക്കെ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. പ്രണയബന്ധങ്ങളിൽ നിൽക്കുന്നവർക്ക് പ്രതികൂലമായ കാലമാണ്. കൂട്ടുകച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾ വഴി അംഗീകാരങ്ങൾ ലഭിക്കും. കൂടാതെ സർക്കാർ കാര്യങ്ങളിൽ തീരുമാനങ്ങളുണ്ടാകും. വൈകിക്കിടക്കുന്ന സർക്കാർ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുകയും അംഗീകാരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. മാനസിക പിരിമുറുക്കങ്ങൾക്ക് കുറച്ച് ഒന്ന് ശമനം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണിത്. ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ഗോയിറ്റർ രോഗമോ തൊണ്ടവീക്കമോ വരാനുള്ള സാധ്യതയും നീർദോഷപരമായ അസുഖങ്ങളും വന്നുപെടാനുള്ളൊരു സാധ്യതയും ഈ അവസരത്തിൽ കാണുന്നുണ്ട്. അതാണ് ആരോഗ്യ കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളും അതുപോലെ തന്നെയാണ്, മെച്ചത്തിൽ ഉണ്ടാകും. എന്നാലും ക്രയവിക്രയം നടത്തുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലായിരിക്കും. ഈ സമയത്ത് മൂലം നക്ഷത്ര ജാതകർ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. ധർമ്മശാസ്ത്ര ക്ഷേത്രം നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. എള്ള് ചേർത്തുള്ള നിവേദ്യങ്ങൾ, എള്ള് ചേർത്ത പായസം നിവേദിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. കൂടാതെ നീരാഞ്ജനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. അത് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യം കൂടിയാണ്. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം, വീഡിയോയിൽ പരിഹാരങ്ങളൊക്കെ പറയുന്നത് അവസാനമായിരിക്കും. അതുകൊണ്ടാണ് അവസാനം വരെ കാണുക എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ സകല ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.